ഇന്ന് നമ്മൾ വെക്കാൻ പോകുന്ന ഫസ്റ്റ് ഐറ്റം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഞണ്ട് പെരട്ടാണ്. ഞണ്ട് പെരട്ടെന്ന് വെച്ചാൽ വെറും ഞണ്ട് പെരട്ടല്ല, തേങ്ങ വറുത്തരച്ച് വെച്ച ഞണ്ട് പെരട്ടാണ്. അതൊരു സ്പെഷ്യൽ ഐറ്റം തന്നെയാണ്. ഇത് കായലിൽ നിന്ന് നമ്മൾ ലേലം വിളിച്ചുകൊണ്ട് എടുത്തു വന്ന ഞണ്ടാണ്. ഫ്രഷ് ഞണ്ടായിരുന്നു, നല്ല ജീവനൊക്കെ ഉണ്ട്. അനങ്ങുന്ന കണ്ടില്ലേ, നല്ല പടക്കുന്നതാണ്, നല്ല ദ്രുതങ്ക പുളങ്കിയതായ ഞണ്ട് തന്നെയാണ്. ആദ്യം നമ്മൾ ചെയ്യുന്നത് ഞണ്ടിനെ ശരിയായിട്ട് വൃത്തിയാക്കുകയാണ്. ഈ ഞണ്ട് വൃത്തിയായില്ലെങ്കിൽ ഭയങ്കര പ്രശ്നമാണ്. കാരണം ഞണ്ട് വൃത്തിയായില്ലെങ്കിൽ ഉളുമ്പ് വാട, നമ്മൾ വെക്കുന്നതിന് ഒക്കെ അടിപൊളിയായിരിക്കും, പക്ഷേ ഒരു ടേസ്റ്റും പിന്നെ നമ്മളങ്ങ് വെറുത്തു പോകും. പിന്നെ ഞണ്ടെന്നുള്ള സാധനം നമ്മൾ മേടിക്കത്തില്ല. അതുപോലെ ഈ ഞണ്ടെന്നുള്ള സാധനം നമുക്ക് എപ്പോഴും കറി വെക്കാൻ പറ്റുന്ന ഒരു ഐറ്റവും അല്ല. ഞണ്ട് ചില മാസങ്ങളിൽ ഇതിൻ്റെ ഉള്ളിൽ മാംസം കാണത്തില്ല, നമ്മൾ മേടിച്ചാൽ നമ്മൾ ഫുള്ളാകത്തേ ഉള്ളൂ. അപ്പോൾ വീട്ടിലറിയാവുന്ന ആരോടെങ്കിലുമൊക്കെ ഇതിനെക്കുറിച്ച് ചോദിച്ചെന്നൊക്കെ പറഞ്ഞു തരും, ഞണ്ട് മേടിക്കേണ്ടതാണ്, എപ്പോഴാണ് മേടിക്കേണ്ടത്, എപ്പോഴാണ് മേടിക്കേണ്ടാത്തതെന്ന്. അവർക്ക് അറിയത്തില്ലെങ്കിൽ നിങ്ങൾ കമൻറ്റ് ബോക്സിൽ ഇടുക, നമ്മൾ പറഞ്ഞു തരാം എപ്പോഴാണ് നിങ്ങൾ ഞണ്ടിനെ മേടിക്കേണ്ടതെന്നും മേടിക്കേണ്ടാത്തതെന്നും. അപ്പോൾ കഴുകൽ ധൃതിയായിട്ട് നടക്കുന്നു. ഇതിപ്പോൾ ഏകദേശം ഒരു 2.5-3 കിലോ ഞണ്ടുണ്ട്. ഇനി ഇത് കഴുകി കഴിഞ്ഞിട്ട് ഇതിൻ്റെ പുറം തോടും കൂടെ നമ്മൾ പൊട്ടിക്കണം. എന്നാലേ നമ്മുടെ ഈ കഴുകലിൻ്റെ ഒരു ഫിനിഷിങ് ടച്ച് കറക്റ്റായിട്ട് എത്തത്തുള്ളൂ. വെള്ളത്തിലിട്ട് അത്യാവശ്യം നല്ലപോലെ കഴുകുന്നതിൻ്റെ ലാസ്റ്റ് സ്റ്റേജ് എത്തി. ഇനിയിപ്പം ഞണ്ട് പൊളിക്കുവാണ്. ഞണ്ട് പൊളിക്കുക എന്ന് വെച്ച് കഴിഞ്ഞാൽ ചില ഞണ്ട് പെട്ടെന്ന് പൊളിഞ്ഞ് വരും, ചിലവന്മാർ ഭയങ്കര പാടാണ്. നല്ല തൊലിയെന്ന് പറയില്ല, തോടിന് ഭയങ്കര കട്ടിയായിരിക്കും. കട്ടി എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ചുറ്റി വെച്ചൊക്കെ അടിക്കും. നമ്മൾ ഈ റെസ്റ്റോറൻറ്റിലൊക്കെ പോകുമ്പോഴത്തേക്ക് മറ്റേ ഈ സായിപ്പന്മാരൊക്കെ കഴിക്കുന്നതൊക്കെ കണ്ടിട്ടില്ലേ, മറ്റേ ഈ ചുറ്റിയൊക്കെ വെച്ചിട്ട് വലിയ പ്രോൺ ഫ്രൈ എന്നൊക്കെ പറഞ്ഞുകൊണ്ട് കട്ട എന്ന്. അത് ചെറിയ സാധനം. ഇതിപ്പം കായലിലാണ്. നമ്മുടെ ഈ കായൽ കിടക്കുന്ന സാധനം എന്ന് വെച്ച് കഴിഞ്ഞാൽ നല്ല പുറം കട്ടിയൊക്കെ വെച്ചിട്ട് നമ്മൾ പൊടി സാധനമായിരിക്കും. അപ്പോൾ ചെറുക്കൻ്റെ ക്ലീനിങ് അകത്തെ സാധനങ്ങളൊക്കെ, ഈ കഴിക്കുന്ന സാധനങ്ങൾ മറ്റേത് വേണ്ടാത്ത ആവശ്യമില്ലാത്ത, ഇവിടെ ചെന്നാൽ ഇറച്ചിയുടെ മണ്ടയിൽ കുറേ ആവശ്യമില്ലാത്ത സാധനങ്ങൾ കാണുമല്ലോ, അപ്പോൾ ആ സാധനങ്ങളൊക്കെ എടുത്ത് കളയുന്ന പരിപാടിയാണ്. ആവശ്യമില്ലാതെ കളിച്ചത് വെള്ളം ഊറ്റാൻ വേണ്ടി വെച്ചിരിക്കുകയാണ്. ആ മഞ്ഞിച്ച് കാണുന്നത് ഞണ്ടിൻ്റെ നെയ്യാണ്. അത് സ്വർണം എന്നൊക്കെ പറയും ചിലയിടത്ത് വേറെ പേരാണ് പറയുന്നത്. ആദ്യം നല്ല മഞ്ഞപ്പൊടി ഇട്ട് നമ്മൾ ഞണ്ടിൻ്റെ വിഷാംശം ഉണ്ടെങ്കിൽ കളയാൻ വേണ്ടിയാണ് മഞ്ഞപ്പൊടി ഇടുന്നത്. അതിൻ്റെ മുകളിലേക്ക് ഉപ്പിട്ടു. അത് കഴിഞ്ഞിട്ട് നമ്മൾ ഇടാൻ പോകുന്നത് നല്ല കുരുമുളകാണ്, കുരുമുളക് പൊടി. കുരുമുളക് ഇഷ്ടമല്ലാത്തവരുണ്ട്, ഇഷ്ടമുള്ളവരുണ്ട്. പക്ഷെ കുരുമുളക് എന്ന് പറയുന്ന സാധനം അത് അറിയാമല്ലോ, കുരുമുളകില്ലാതെ നമുക്ക് എന്താ പറയുക, കുരുമുളക് വേണം. അപ്പം കുരുമുളകിൻ്റെ കഴിഞ്ഞിട്ട് അവന്മാരെ ഒന്ന് ഇളക്കിയിട്ട് അടുപ്പത്ത് ഒരു മീഡിയം ഫ്ലെയിമിൽ വെച്ചിട്ട് അവനവിടെ കിടന്നങ്ങ് വേകട്ടെ. അവനൊന്ന് വേകാൻ വേണ്ടിയിട്ട് അടച്ചും അങ്ങോട്ട് വെച്ചു. ഒരു 10-15 മിനിറ്റ് കഴിയുമ്പോഴത്തേക്ക് അവൻ്റെ അകത്തുനിന്ന് വെള്ളമൊക്കെ ഇങ്ങനെ ചാടി പുറത്തേക്ക് ഇങ്ങനെ വന്ന് അത്യാവശ്യം നമ്മൾ അതിനിട്ട മഞ്ഞളും കുരുമുളകും ഉപ്പും എല്ലാം കൂടെ പിടിച്ച് അവനവിടെ കിടന്ന് ഇങ്ങനെ വെന്തുകൊണ്ടേയിരിക്കും. എന്നിട്ട് കുറച്ച് നേരം കൂടെ നമ്മളൊന്ന് അടച്ച് വെച്ചിട്ട് ഇവനെ വേറൊരു പാത്രത്തിലേക്ക് അങ്ങ് എടുത്ത് മാറ്റി അങ്ങ് വെക്കുക. ആ വെള്ളം കളയരുത്. വെള്ളം നമുക്ക് മസാലയ്ക്ക് വേണ്ടി ആവശ്യം വരും. ഞണ്ടിൻ്റെ ആ ഊറ്റിയ വെള്ളം ഇവനെ എടുത്ത് മാറ്റി വെച്ച് കഴിഞ്ഞാൽ നമുക്ക് ഈ പെരട്ടിന് ഉണ്ടാക്കാൻ പറ്റുന്ന ഒരു മസാല റെഡിയാക്കണം. ഇപ്പം തന്നെ അത്യാവശ്യം കുരുമുളകും മഞ്ഞളും ഉപ്പും എല്ലാം പിടിച്ച് അവനൊരു ടേസ്റ്റി ആയിട്ടുണ്ട്. പക്ഷേ നമ്മുടെ യഥാർത്ഥത്തിലുള്ള മസാല ഇതുവരെ നമ്മൾ തുടങ്ങിയിട്ടില്ല. ഇനി ചെയ്യാൻ പോകുന്നതാണ് നമ്മൾ യഥാർത്ഥത്തിലുള്ള മസാലയിലേക്ക് കിടക്കുന്ന കർമ്മം എന്ന് പറയുന്നത്. കണ്ടിട്ട് കൊതി വരുന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് കൊതി വിടാം, ഒരു പ്രശ്നവുമില്ല. ഇപ്പം തന്നെ കണ്ടിട്ട് രസമുണ്ട്. അപ്പം മസാല ഉണ്ടാക്കുന്ന കടങ്ങാണ്. ആദ്യം നമ്മൾ കുറച്ച് വെളുത്തുള്ളി, ഒരു 10-12 വെളുത്തുള്ളി ഇടുക. അതിൻ്റെ ഭാഗത്തോട്ട് നമ്മൾ തേങ്ങ വറുത്തത് ഇട്ടിട്ട് ഇളക്കി ഒരു മിക്സഡ് രൂപത്തിലാക്കുക. ഒരു മീഡിയം ഫ്ലെയിമിൽ മിക്സഡ് രൂപത്തിലാക്കിയിട്ട് ആവശ്യത്തിന് മുളക് പൊടിയും മല്ലിപ്പൊടിയും എല്ലാം കൂടി ഇട്ടിട്ട് വറുത്ത് അങ്ങ് എടുക്കുക. ആ വറുത്തെടുത്ത സാധനം നമ്മൾ മാറ്റി വെച്ചതിന് ശേഷം നമ്മൾ ഇനി മസാലയിലേക്ക് ആഡ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ളൊരു കൂട്ടാണ്. അതിന് വേണ്ടിയിട്ട് നമ്മൾ ചുവന്നുള്ളി
സവാളയല്ല, ചുവന്നുള്ളി വെളിച്ചെണ്ണയ്ക്കകത്ത് അത്യാവശ്യം ഇട്ടിട്ട് വഴറ്റിയെടുക്കുക. ഒരു ഗോൾഡൻ കളറൊക്കെ ആകുമ്പോഴത്തേക്ക് കുടംപുളി, ഒരു 2 കുടംപുളി ഇട്ടിട്ട് അതിൻ്റെ അകത്ത് മിക്സ് ചെയ്യുക. അതിൻ്റെ അകത്തായിട്ട് അല്പം തക്കാളി, ഒരു 1.5 തക്കാളി, നിങ്ങളുടെ ആവശ്യത്തിന്. നിങ്ങളുടെ തക്കാളി ഇഷ്ടപ്പെടുന്നവർ ഒരുപാടുണ്ടായിരിക്കും. തക്കാളി അത്രയ്ക്ക് വലിയ ഇഷ്ടമില്ലെങ്കിൽ കറക്റ്റ് 1.5 തക്കാളി ഇടുക. 1.5 തക്കാളി ഇട്ട് അതൊരു വഴണ്ട് വരുന്ന രീതിയിലേക്ക് നമ്മൾ റെഡിയാക്കുക. ഇതിപ്പോൾ ഞണ്ട് നമ്മൾ ആദ്യം എടുത്ത് കൂട്ടിയ വെള്ളമാണ്. അതിലേക്ക് നമ്മളിപ്പോൾ തേങ്ങ വറുത്തരച്ച മസാല ഉണ്ടല്ലോ, അത് മിക്സിക്കകത്തിട്ട് അടിച്ചിട്ട് ഉള്ള മസാലയാണ് ഈ കാണുന്നത്. ഇപ്പം അതിൻ്റെ അകത്തിട്ട് നമ്മൾ വഴണ്ട് വന്ന തക്കാളി, ഉള്ളി, കുടംപുളി എല്ലാം അങ്ങോട്ട് ഇട്ടിട്ട് മിക്സ് ചെയ്യുക. നല്ല മഞ്ഞിച്ച് നല്ല പൊളുപ്പനായിട്ടിരിക്കുന്നുണ്ട്. നല്ല മണമുണ്ട് കേട്ടോ, സത്യമായിട്ട് നല്ല മണമുണ്ട്. ഇതിൻ്റെ അകത്ത് നമുക്ക് മണം അറിയാൻ പറ്റത്തില്ലെങ്കിലും അടുത്ത് നിൽക്കുന്നവർക്ക് ഒരു രക്ഷയില്ലാത്ത സ്മെല്ലായിരിക്കും. അതിൻ്റെ അകത്തേക്ക് നമ്മൾ കുറച്ച് 3-4 അല്ലി കറിവേപ്പില ഇടുക. അതുകൂടി ഇടുമ്പോഴത്തേക്ക് നമ്മുടെ മസാല, വിരട്ടിനുള്ള മസാല ഏകദേശം നല്ല പരുവത്തിലേക്കാണ്. അവനൊന്ന് കത്തി ഒന്ന് മീഡിയം ഫ്ലെയിമിൽ ഒന്ന് പൊങ്ങി വരുമ്പോഴത്തേക്ക് നമ്മൾ മാറ്റി വെച്ചിരിക്കുന്ന ഞണ്ട് ചേട്ടനെ എടുത്ത് ഇതിൻ്റെ അകത്തോട്ട് അങ്ങോട്ട് ഇട്ടിട്ട് മിക്സ് ചെയ്യണം. അപ്പോഴത്തേക്ക് എൻ്റെ സാറേ ഒരു പൊളിപ്പൻ സംഭവം തന്നെ ആയിരിക്കും. നമ്മുടെ ഞണ്ടിനെ ഇടുവാണ്. മാറ്റി വെച്ചിരിക്കുന്ന ഞണ്ടിനെ കണ്ടോ, വെള്ളം ഊറുന്നുണ്ടോ, അവൻ്റെ അകത്തുനിന്ന് പോകുന്ന വെള്ളമാണ്. ആ വെള്ളം ഒരിക്കലും കളയില്ല, കാരണം ഞണ്ടിൻ്റെ സത്ത് മുഴുവൻ ആ വെള്ളത്തിൻ്റെ അകത്താണ് ഇരിക്കുന്നത്. വെള്ളം ഊരി മാറ്റി വെച്ചിട്ട് ടേസ്റ്റ് ഇല്ല എന്ന് പറഞ്ഞിട്ട് ഒരു കാര്യമില്ല, കാരണം ഞണ്ടിൻ്റെ അകത്തുനിന്ന് വരുന്ന നെയ്യുടെ വെള്ളമാണ് അത്. അവൻ്റെ കളറ് കണ്ട ആർട്ടിഫിഷ്യലായിട്ട് വേറെ ഒരു കുന്തം ആഡ് ചെയ്തിട്ടില്ല, നല്ല 1 തരം മസാല മാത്രമേ ആഡ് ചെയ്തിട്ടുള്ളൂ. അവനിങ്ങനെ കിടക്കുന്ന കണ്ടാൽ തന്നെ വായിക്കാത്ത വെള്ളം ഊറും. അതുകൊണ്ട് ആരും കൊതിക്കാതിരിക്കേണ്ട, എന്തായാലും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം. ഇതിപ്പം നമ്മൾ ഒരു മീഡിയം ഫ്ലെയിമിലാണ് വെച്ചിരിക്കുന്നത്. പെട്ടെന്ന് വേണം എന്നുള്ളൊരാവശ്യക്കാർ ഈ പരിപാടിക്ക് നിൽക്കരുത്, കാരണം ഈ സാധനത്തിന് ചൂട് അധികം കയറ്റി വയ്ക്കരുത്. ഹൈ ഫ്ലെയിമിൽ വെച്ച് കഴിഞ്ഞ് കഴിഞ്ഞാൽ കരിഞ്ഞ് പണ്ടാരം അടങ്ങിപ്പോകും. അതുകൊണ്ട് മീഡിയം ഫ്ലെയിമിൽ ഇറച്ചിയിൽ മസാല പിടിക്കുന്ന രീതിയിലേ വെക്കാവുള്ളൂ. സോ പേഷ്യൻസ് ഉള്ളവർക്ക് പറഞ്ഞ പരിപാടിയാണ് ഞണ്ട് പെരട്ട് എന്നുള്ളത്. കണ്ടോ, മീഡിയം ഫ്ലെയിമിൽ സ്ലോ ആൻഡ് സ്റ്റഡി വിൻസ് ദ റേസ് എന്ന് കേട്ടിട്ടില്ലേ, അതേപോലെ തന്നെയാണ്. ഇനി ഒരു 10-15 മിനിറ്റൊക്കെ വെച്ച് കഴിയുമ്പോഴത്തേക്ക് അവനൊന്ന് തുറക്കുമ്പോൾ ഇതിങ്ങനെ ഇരിക്കും. നമ്മുടെ മസാലയൊക്കെ പെരണ്ട് പൊളിയായിട്ട് ചെറുക്കനിരിക്കുന്നത് കണ്ടു. ആ പറക്കുന്ന ആവിയിലൊരു മണമുണ്ട്. എൻ്റെ പൊന്നെ, പെരട്ടെന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ ഞണ്ടിൻ്റെ പെരട്ടെന്നൊക്കെ പറഞ്ഞാൽ പൊളിയാണ് മച്ചാനെ. ഇതാണ് സംഭവം, നല്ല തേങ്ങ വറുത്തരച്ച ഞണ്ട് പെരട്ട്. അതിൻ്റെ മസാല മാത്രം മതി നമുക്ക്, വേറെ ഒന്നും വേണ്ട. ഈ ഞണ്ട് ഈ മസാല മാത്രം മതി നമുക്ക് കുശാലാകാൻ. അതിൻ്റെ കൂടി ഈ ഞണ്ടിൻ്റെ മാംസം കൂടെ ആകുമ്പോഴത്തേക്ക് പൊളിയാണ്. ചോറും ഞണ്ട് പെരട്ടും, ആഹാ. അപ്പോൾ ഞണ്ട് ട്രൈ ചെയ്യണമെന്നുള്ളവർ ഉറപ്പായിട്ടും ട്രൈ ചെയ്യുക. ഒരു പ്രാവശ്യം ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക, ഇഷ്ടപ്പെടും. ഇഷ്ടപ്പെടാതെ ഒരാളുപോലും കാണില്ല. അതാണ് ഈ സാധനത്തിൻ്റെ ഒരു പ്രത്യേകത എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക. എങ്ങനെ ഉണ്ടായിരുന്നുവെന്ന് കമൻറ്റിൽ നമുക്ക് പറഞ്ഞു തരിക.